ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങൾ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളൈ റോസ്റ്റാണ്. ഇതൊരു ചെട്ടിനാട് സ്റ്റൈൽ പൊട്ടേറ്റോ റോസ്റ്റ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ ഉരുളൈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല അരച്ചുണ്ടാക്കണം. അതിനായിട്ട് ഇവിടെ തേങ്ങ ചിരകിയതുണ്ട്, കുരുമുളക്, മല്ലി, പിന്നെ കരാമ്പു, പട്ട, ഏലക്ക, തക്കോലം, കരിവേപ്പില, ചുവന്ന മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാലകളൊക്കെ ചേർക്കാം. ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ മസാലയിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇത് ചെട്ടിനാട് മസാല എന്നാണ് പറയുന്നത്. പിന്നെ ഈ മസാല നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ഏറെ ഡിഷസ് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഞാൻ പൊട്ടേറ്റോ ഉണ്ടാക്കുന്നുള്ളൂ. ഇതേ മസാല ഉപയോഗിച്ച് നമുക്ക് ചിക്കനോ മട്ടനോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് നല്ലോണം തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം മിക്സിയിൽ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. റോസ്റ്റ് ഉണ്ടാക്കാൻ ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെറിയ പൊട്ടേറ്റോ ആണ്. ഒരു 1/2 കിലോ പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. ചെറിയ പൊട്ടേറ്റോ നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പൊട്ടേറ്റോനെ 4ആയിട്ട് കീറിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സവാള അരിഞ്ഞതുണ്ട്, മല്ലിയില, തക്കാളി അരിഞ്ഞത്, കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇതുണ്ടാക്കാനായിട്ട് ആവശ്യം വരും. പിന്നെ എണ്ണ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു പാനിൽ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് സവാള ചേർത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് പിങ്ക് നിറമാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കളർ നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതെല്ലാം ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. നന്നായി മിക്സ് ആവട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അതിനും കൂടി ഇന്ന് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്ത് തിക്കായിട്ട് വരുന്ന വരെ നമുക്കിത് അടുപ്പിൽ തന്നെ വെക്കാം. മസാല നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി
ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് ചെട്ടിനാട് മസാല ചേർക്കാം. ഒരു ടീസ്പൂൺ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതുകൊണ്ട് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മസാലയും കൂടി ഒന്ന് ചേർത്ത് ഒരു 3-4 മിനിറ്റ് ഇത് കുക്ക് ചെയ്താൽ ഡ്രൈ ആയിട്ട് വരും. പൊട്ടിയിട്ട് നല്ലോണം റോസ്റ്റായി ഡ്രൈ ആയിട്ട് ഈ ഡിഷ് റെഡിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ മസാല ഞാൻ 1 ടീസ്പൂണേ ഈ ഡിഷിന് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മസാല ഞാനത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകിൽ ചിക്കൻ അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ വഴുതരിങ്ങ ഇതൊക്കെ ഇതേ മസാല ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാനത് എക്സ്ട്രാ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള മസാല നിങ്ങൾ എടുത്താൽ മതി. ഇവിടെ നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. ഉരുള റോസ്റ്റ് റെഡിയായി. ഇത് നമുക്ക് തൈര് സാധനത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.